ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണാൻ നല്ല മൊഞ്ചുള്ള അതുപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഇഫ്താറിന് നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ എന്തായാലും കുഴപ്പമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് ഒരു ലൈറ്റ് ചൂട് വെള്ളത്തിലാണ് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളൊരു ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്നില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നോക്കി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇളം ചൂടുവെള്ളത്തിലാണ്, അധികം ചൂടുമില്ല എന്നാൽ തീരെയും ചൂടില്ലാത്ത വെള്ളമല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നമ്മൾ ഡോ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ചെറിയ ജീരകയില്ലേ, അത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ലൈറ്റ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇത് 3 കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എരിവ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വാടി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല ഫുള്ളായിട്ട് തന്നെ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. സാധാ നമ്മളെ മസാല പോലെയല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇത് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആൾക്കാരുടെ മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മല്ലിയില കൂടി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മുടെ ഡോ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാനൊരു 2 പോർഷനാക്കിയിട്ട് ഒരു പോർഷൻ ഒന്ന് കവർ ചെയ്ത് വെക്കും, ഒരു പോർഷൻ നമുക്കൊന്ന് പരത്തിയെടുക്കുകയും ചെയ്യാം. അപ്പം അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ടേബിളിൽ തന്നെയാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പരത്തിയെടുക്കുന്നത്. വേറെ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഒന്നുമല്ല എടുക്കുന്നത്, ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് തന്നെ എടുക്കാൻ നോക്കാം. ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം കട്ടിയില്ലാത്ത രീതിയിൽ തന്നെ ഇത് പരത്തിയെടുക്കണം. നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ട് പരത്തുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റുള്ള ഒരു ഇതാകട്ടെ കേട്ടോ. അതിൻ്റെ കോട്ടിങ് നമ്മൾ സാധാ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ലാതെ നമ്മുടെ ഒരു ബംഗാളി സമോസയൊക്കെ ഇല്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഓയിലിൽ തന്നെ പരത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും ബൗളോ അങ്ങനത്തെ എന്തായാലും കുഴപ്പമില്ല. അറ്റൊന്ന് കുറച്ച് മൂർച്ചയുള്ള പോലത്തതാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് ഉള്ള മൈദമാവ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് വീണ്ടും പരത്തി നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മസാലയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ബോളാക്കി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെയും വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റൗണ്ടിൽ. അപ്പോൾ ഓരോ സ്ലൈസ് മുട്ടയുടെ പീസ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം.
നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ചുറ്റും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. മസാലയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഓയിൽ ഉള്ളിലേക്ക് കയറും. ഓയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളിത് പ്രസ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുറ്റും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് മസാല തട്ടരുത് കേട്ടോ. മസാലേൻ്റെ ഉള്ളിൽ ഓയിൽ കയറും. അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത മസാലയ്ക്ക് ബാധിക്കാത്ത രീതിയിൽ വേണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ. ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഓരോ ഇതളുകളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും ഭംഗിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഫ്താറിന് ട്രൈ ചെയ്യണം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഇതൊക്കെ പാടല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചുറ്റും ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. നല്ലൊരു സൺഫ്ലവർ പോലെ ഇല്ലേ കാണാൻ. അപ്പോൾ കുട്ടികളൊക്കെ നോമ്പെടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ. കണ്ടില്ലേ നല്ല ഇതളുകളായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിനനുസരിച്ച് എത്ര ഇട്ട് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഓയിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഒന്നിങ്ങനെ കോരി വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അധികം ഓവർ ഫ്ലെയിമിൽ കൊടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നല്ലൊരു പാകത്തിന് നമുക്കിത് ഫ്രൈ ആയി കിട്ടാം. നല്ലൊരു ഭംഗിയുള്ള ഗോൾഡൻ കളറിൽ കിട്ടും. അതുപോലെ ഇത് കടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കളറിലും നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കൂടി നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും പണിയുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ കുട്ടികളൊക്കെ നോമ്പെടുക്കല, അവർക്കൊക്കെ നല്ല സന്തോഷമാവും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്